കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 മാർച്ച് 8. ഞാൻ പി ടി നാസർ. മാർച്ച് 8 വനിതാ ദിനമാണല്ലോ. അത് പ്രമാണിച്ചുള്ള വിശേഷാൽ അലങ്കാരങ്ങളോടെയാണ് ഇന്ന് പത്രങ്ങളെല്ലാം വന്നിട്ടുള്ളത്. മാസ്റ്റഡിൽ തന്നെ വനിതാദിന ചിത്രപ്പണികൾ. ചന്ദ്രികയുടെ മാസ്റ്റഡിൻ്റെ നിറം തന്നെ പിങ്കാണ്. പിന്നെ പല പത്രങ്ങളിൽ പല സ്ഥിതിവിവര കണക്കുകൾ, ചിത്രങ്ങൾ, വീരകഥകൾ. വാർത്തകളിലെ ഇന്നത്തെ താരവനിത പത്മജയാണ്. കെ കരുണാകരൻ്റെ മകൾ പത്മജ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ വാഴ്ത്തി BJP മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയതാണ് സംഭവം. ആ വാർത്ത കൊണ്ട് മുഖപ്പേജ് അലങ്കരിച്ച പത്രങ്ങൾ ദേശാഭിമാനിയും കേരള കൗമുദിയുമാണ്. ദേശാഭിമാനിക്ക് കോൺഗ്രസിൻ്റെ തല കുനിഞ്ഞതിൻ്റെ സന്തോഷം, കേരള കൗമുദിക്ക് നല്ലൊരു രാഷ്ട്രീയ തറവാട്ടിൽ നിന്ന് മരുമകളെ കിട്ടിയതിൻ്റെ സന്തോഷം, BJPക്ക് മരുമകളെ കിട്ടിയതിൻ്റെ സന്തോഷം. ജന്മഭൂമിക്ക് പോലും ഈ സന്തോഷം കൗമുദിയുടെ അത്ര തന്നെ പ്രകടിപ്പിക്കാനായിട്ടില്ല. കൗമുദിയാണ് BJPക്ക് വേണ്ടി സന്തോഷിക്കുന്നതിൽ വമ്പർ. ദേശാഭിമാനി എടുത്തു നോക്കിയാൽ അതിൻ്റെ 1-ാം പേജിൽ ഇന്നാകെ നൽകിയിരിക്കുന്ന വാർത്ത ഇതുമാത്രമാണ്. അര പേജ് എടുത്താണ് പത്മജയുടെ BJP പ്രവേശം ദേശാഭിമാനി വാർത്തയാക്കിയത്. അതിൽ പേജ് ഹെഡിങ്ങിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. അടുത്തതാര് എന്നതാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട്. അടുത്തതാര്? കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലെത്തുമെന്ന് ജാവദേക്കർ. കെ കരുണാകരൻ്റെ മകൾ പത്മജയും കോൺഗ്രസ് വിട്ട് BJPയിൽ. കോൺഗ്രസിന് നേതൃത്വമില്ലെന്ന് പത്മജ. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോൽപ്പിച്ചു എന്ന് പരിതാപം. ഇതൊക്കെ കഴിഞ്ഞ് BJPയിൽ എത്തിച്ചത് കോൺഗ്രസ് എന്ന് പത്മജയുടെ അഭിമുഖമെന്നാൽ ഈ BJP ആസ്ഥാനത്ത് വെച്ച് മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് മറ്റൊരു പെട്ടിക്കോളം വാർത്തയാക്കി ഇതോടുകൂടി തന്നെ കൊടുത്തിരിക്കുന്നു ദേശാഭിമാനി. അതിനുശേഷം കണ്ണൂരിൽ നിന്ന് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ കോൺഗ്രസിനിട്ട് കൊടുത്ത കുത്ത്. കോൺഗ്രസ് നേതാക്കൾ മക്കളെ വളർത്തുന്നത് BJPക്ക് ദാനം ചെയ്യാനോ എന്ന ചോദ്യം. ഇതെല്ലാം ചേർത്താണ് ദേശാഭിമാനിയുടെ അരപ്പേജ്. 1-ാം പേജിലെ അരപ്പേജ് വാർത്ത. ബാക്കി അരപ്പേജ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പരസ്യമാണ്. കേരള കൗമുദിയിലേക്ക് കടന്നാൽ ലീഡറുടെ മകൾ BJPയിൽ, പത്മവ്യൂഹത്തിൽ കോൺഗ്രസ് എന്നാണ് തലക്കെട്ട്. ഏതാണ്ട് അരപ്പേജോളം അവരും അതിന് സ്ഥലമെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പേജ്. അതാണ് കേരള കൗമുദിയുടെ ലീഡ്. ആ വാർത്ത മാധ്യമത്തിലും 1-ാം പേജിൽ തന്നെ ഒറ്റനോട്ടത്തിൽ കാണുന്ന വിധം വിന്യസിച്ചിട്ടുണ്ട്. 2 കോളമേ ഉള്ളൂവെങ്കിലും അതിങ്ങനെയാണ്. മാധ്യമത്തിൽ നിന്ന് ആ വാർത്ത ഇങ്ങനെയാണ്: പത്മജ BJPയിൽ എന്നാണ് മാധ്യമത്തിൻ്റെ തലക്കെട്ട്. ന്യൂഡൽഹി. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. കേരളത്തിൻ്റെ പാർട്ടി ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അംഗത്വം നൽകി. BJP ആസ്ഥാനത്ത് മലയാളി നേതാക്കളായ ടോം വടക്കനും അരവിന്ദ് മേനോനുമൊപ്പമാണ് പത്മജയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനെത്തിയത്. BJP ആസ്ഥാനത്ത് മലയാളി നേതാക്കളായ ടോം വടക്കനും അരവിന്ദ് മേനോനുമാണ് പത്മജയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനെത്തിയത്. BJPയിൽ ചേരാൻ ആഘോഷപൂർവ്വം ഡൽഹിയിലെത്തി പത്മജ വേണുഗോപാലിന് ജാവദേക്കർ ഒഴികെയുള്ള മറ്റ് ദേശീയ നേതാക്കൾ ഇല്ലാതെയുള്ള പ്രഭമങ്ങിയ ചടങ്ങിലായിരുന്നു പാർട്ടി പ്രവേശം. BJPയിൽ ചേരാൻ ആഘോഷപൂർവ്വം ഡൽഹിയിലെത്തിയ പത്മജ വേണുഗോപാലിന് ജാവദേക്കർ ഒഴികെയുള്ള മറ്റ് ദേശീയ നേതാക്കൾ ഇല്ലാതെ പ്രഭമങ്ങിയ ചടങ്ങിലായിരുന്നു പാർട്ടി പ്രവേശം. BJP ആസ്ഥാനത്തുണ്ടായിരുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരും പങ്കെടുത്തില്ല. വ്യാഴാഴ്ച വൈകിട്ട് BJP ആസ്ഥാനത്തെത്തി BJP അധ്യക്ഷൻ JP നദ്ദയെ കണ്ട് പാർട്ടി അംഗത്വം എടുക്കുമെന്ന് രാവിലെ പത്മജ ചാനലുകളോട് പറഞ്ഞിരുന്നു. എന്നാൽ നദ്ദ ഡൽഹിക്ക് പുറത്തായിരുന്നു. BJP ആസ്ഥാനത്ത് ഇത്തരമൊരു അറിയിപ്പില്ലായിരുന്നത് മൂലം 3:45 വാർത്താസമ്മേളനം കഴിഞ്ഞ് മീഡിയ ഹാൾ വൈകിട്ട് 5 മണിക്ക് അടച്ചു. അതിനുശേഷമാണ് 6:30 പത്മജ പാർട്ടിയിൽ ചേരുമെന്ന് അറിയിപ്പ് വന്നത്. ഈ സമയത്ത് അവരെത്തുമ്പോൾ BJP ആസ്ഥാനത്ത് മീഡിയ സെൻറ്ററിൽ മലയാളി മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. BJP പറഞ്ഞാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന ചോദ്യത്തിന് അക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലെന്ന് പത്മജയും എല്ലാം ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കാവില്ലെന്ന് പ്രകാശ് ജാവദേക്കറും പ്രതികരിച്ചു. പിന്നീട് JP നദ്ദയുമായി പത്മജ കൂടിക്കാഴ്ച നടത്തി.
മാധ്യമത്തിൻ്റെ വാർത്ത വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, പത്മജയുടെ BJP പ്രവേശത്തിൽ പത്മജയ്ക്ക് തന്നെ അത്രയൊന്നും ആഘോഷിക്കാനില്ല എന്ന്. അത് കഴിഞ്ഞ് മറ്റു വാർത്തകളിലേക്ക് തിരിഞ്ഞാൽ, കേന്ദ്ര ജീവനക്കാരുടെ DA 4% കൂട്ടുന്നു എന്നതാണ് പ്രധാനമായി മറ്റെല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്ന ഒരു വാർത്ത. മലയാള മനോരമയുടെ ലീഡ് വാർത്ത അതാണ്. കേന്ദ്ര ജീവനക്കാരുടെ DA 4% കൂട്ടുന്നു. HRA പെൻഷൻകാരുടെ ആശ്വാസഭത്ത എന്നിവയും വർദ്ധിക്കും. ന്യൂഡൽഹി, കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്തയും അതായത് DA, പെൻഷൻകാരുടെ ആശ്വാസഭത്തയും DR 40% വർദ്ധിപ്പിച്ച് 50%ആക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വീട്ടുവാടക ഭത്ത വർധനവുണ്ടാകും. അധിക ഗഡുവിന് 2024 ജനുവരി മുതൽ പ്രാബല്യമുണ്ടാകും. 49.18 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 67.95 ലക്ഷം പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. DA 50% ആയാൽ HRA വർദ്ധിപ്പിക്കുമെന്ന് 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്തെ നഗരങ്ങളെ ജനസംഖ്യാടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളാക്കി തിരിച്ചാണ് ജീവനക്കാർക്ക് HRA നൽകുന്നത്. നിലവിൽ X, Y, Z വിഭാഗം നഗരങ്ങളിൽ യഥാക്രമം 27%, 18%, 9% എന്നിങ്ങനെയാണ് HRA. ഇത് 30, 20, 10 ആക്കി ഉയരും. ഉപഭോക്തൃ വില സൂചികയിലുണ്ടായ വർധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. 12,868.72 കോടി രൂപയാണ് ക്ഷാമബത്ത, ആശ്വാസബത്ത എന്നിവ മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത. ആനുപാതികമായി മറ്റ് ആനുകൂല്യങ്ങളിലും വർധനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ സംസ്ഥാന സർക്കാർ അതത് മാസത്തെ ശമ്പളം പോലും കൊടുക്കാൻ വഴിയില്ലാതിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരെ കൊതിപിടിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കുന്നത്. പോട്ടെ, മാധ്യമത്തിൽ ലീഡായി കൊടുത്തിരിക്കുന്ന വാർത്ത, ഫ്ലോട്ടിംഗ് സംവരണത്തിൽ സർക്കാർ അട്ടിമറി, പിന്നാക്ക വിഭാഗങ്ങൾക്ക് വൻ തിരിച്ചടി എന്നാണ്. കേന്ദ്ര സർക്കാർ എന്നില്ല, വായിച്ചത് തെറ്റിയതാണ്. സർക്കാർ അട്ടിമറി, പിന്നാക്ക വിഭാഗങ്ങൾക്ക് വൻ തിരിച്ചടി എന്നതാണ്. K. നൗഫൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം, സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് വൻ തിരിച്ചടിയായി എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പ്രവേശനങ്ങളിൽ ഫ്ലോട്ടിംഗ് സംവരണം നിർത്തുന്നു. പകരം സ്ഥാപനതല സംവരണ രീതി നടപ്പാക്കിയാൽ മതിയെന്നും സർക്കാർ തീരുമാനം. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഫ്ലോട്ടിംഗ് സംവരണം ഒഴിവാക്കാനും പകരം സ്ഥാപനതല സംവരണം നടപ്പാക്കാനും തീരുമാനിച്ചതായും അതിനനുസൃതമായി പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്താനും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് നൽകി. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഫ്ലോട്ടിംഗ് സംവരണം ഒഴിവാക്കുന്നതോടെ ഒരേ സംവരണ രീതി പിന്തുടരുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇത് അവസാനിപ്പിക്കേണ്ടി വരും. ഇതുവഴി ഈഴവ, മുസ്ലിം, ലത്തീൻ കത്തോലിക്ക, പിന്നാക്ക ഹിന്ദു, വിശ്വകർമ്മ തുടങ്ങിയ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന SCBC സമുദായങ്ങൾക്കും സാമ്പത്തിക പിന്നോക്കം EWS വിഭാഗങ്ങൾക്ക് വൻതോതിൽ സീറ്റ് നഷ്ടമായിരിക്കും സംഭവിക്കുക. 2024-25 വർഷത്തെ സർക്കാർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനങ്ങൾ ഇത് നടപ്പാക്കാനാണ് തീരുമാനം. ഇതോടെ സംവരണ വിഭാഗങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടുന്ന സീറ്റുകൾ നഷ്ടപ്പെടുകയും ഇവർ സംവരണ സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യും. സംവരണ സമുദായങ്ങൾ സംവരണ സീറ്റിൽ മാത്രമായി ഒതുങ്ങുന്നത് തടയാൻ നിയമസഭാ സമിതിയുടെ കൂടി ഇടപെടലിനെ തുടർന്നാണ് പ്രൊഫഷണൽ കോഴ്സുകൾ ആവിഷ്കരിച്ച സംവരണ രീതിയുടെ കടക്കലാണ് സർക്കാർ കത്തിവെക്കുന്നത്. സംവരണ സമുദായങ്ങൾ സംവരണ സീറ്റിൽ മാത്രമായി ഒതുങ്ങുന്നത് തടയാൻ നിയമസഭാ സമിതിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിൽ ആവിഷ്കരിച്ച സംവരണ രീതിയുടെ കടക്കലാണ് സർക്കാർ കത്തിവെക്കുന്നത് എന്ന് മാധ്യമം. 2 VC-മാരെ പുറത്താക്കി എന്നുള്ള വാർത്തയും എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മനോരമയിൽ ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു പ്രത്യേക ഭാഗമെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. വന്യജീവി ആക്രമണം, സംസ്ഥാനത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസുകാർ എല്ലും കഷ്ണം കിട്ടിയാൽ പിറകെ ഓടുന്ന തരം ജീവികളാണെന്നും പിണറായി. കണ്ണൂർ, വന്യജീവി ആക്രമണ വിഷയത്തിൽ കോൺഗ്രസും BJPയുമാണ് ഉത്തരവാദികളെന്നും സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആക്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF കണ്ണൂർ പാർലമെന്ററി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ പിണറായി എല്ലിൻ കഷ്ണം കിട്ടിയാൽ പിറകെ ഓടുന്ന തരം ജീവികളാണ് കോൺഗ്രസുകാരെന്ന് പറഞ്ഞു. വന്യജീവി വിഷയത്തിൽ കേന്ദ്ര നിയമമാണ് പ്രധാന തടസ്സം. സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ നിയമം കർക്കശമാക്കിയത് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകളാണ്.
ഭേദഗതി ചെയ്യില്ലെന്നാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞത്. 18 UDF എംപിമാർ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചു. വയനാട് എംപിയായ രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നല്ലോ. വലിയ വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് രാഷ്ട്രീയമാണ്. ജയിപ്പിച്ചു വിട്ടാൽ കോൺഗ്രസുകാരായി തന്നെ നിൽക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ കോൺഗ്രസുകാർക്ക് കഴിയുമോ? മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ BJPക്ക് മക്കളെ ദാനം നൽകാനായി പോറ്റി വളർത്തുകയായിരുന്നോ എന്നിങ്ങനെ പോകുന്നു രാഷ്ട്രീയ പ്രസംഗം. അതോടുകൂടി തന്നെ പാലക്കാട്ട് നിന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസംഗവും മലയാള മനോരമ ഇതോട് കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആന മാർക്സിസ്റ്റ് ഗുണ്ടയല്ല എന്ന്. പാലക്കാട്: മനുഷ്യനെ ആക്രമിക്കുന്ന ആന മാർക്സിസ്റ്റ് ഗുണ്ടയാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് പെരുമാറുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വന്യജീവി പ്രശ്നത്തിൽ ശവം വെച്ച് കളിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്. അവർക്ക് ശവത്തോടാണ് കൂട്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ശവം വലിച്ചുകൊണ്ട് സമരപന്തലിൽ കൊണ്ടുപോകുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ്. വന്യജീവി ശല്യം വസ്തുതയാണ്. പക്ഷേ കർണാടകയിൽ ഒരാളെ ആന കൊന്നു, അവിടെ സമരമുണ്ടായോ? തമിഴ്നാട്ടിൽ 2 പേരെ കൊന്നു, അവിടെ ഉണ്ടായോ? സംഘർഷമുണ്ടാക്കാനാണ് പോലീസുമായി ഏറ്റുമുട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആന വരുമ്പോഴും രാഷ്ട്രീയം കളിക്കുന്ന നമ്മുടെ നേതാക്കളെ അതേപോലെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. CPM വിരോധം കൊണ്ടാണ് എന്ന് CPMകാർ പറയുമെങ്കിലും മനോരമ പത്രം. മനോരമയിലുള്ള മറ്റൊരു വാർത്ത, ജയിലിൽ ലഷ്കർ-e തയ്യബ ആശയപ്രചാരണം നടത്തിയതിന് ജോൺസൺ NIA കസ്റ്റഡിയിൽ എന്നതാണ്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ പരിശോധന. കൊച്ചി: ജയിലിനുള്ളിൽ രാജ്യാന്തര ഭീകര സംഘടനയായ ലഷ്കർ-e തയ്യബയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്ന കേസിൽ കാസർഗോഡ് സ്വദേശി ജോൺസനെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ വ്യാപക പരിശോധനയും നടത്തി. ലഷ്കർ-e തയ്യബ ദക്ഷിണേന്ത്യൻ കമാൻഡറും 2008 ബാംഗ്ലൂരു സ്ഫോടനക്കേസിലെ മുഖ്യപ്രതിയുമായ തടിയൻ്റെ നസീറിൻ്റെ നേതൃത്വത്തിൽ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിനുള്ളിൽ ബാംഗ്ലൂരുവിൽ ചാവോർ ബോംബാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസാണ് NIA അന്വേഷിക്കുന്നത്. ഈ കേസിൽ ഒളിവിലുള്ള മുഖ്യപ്രതി ജുനൈദ് അഹമ്മദ്, സഹായി സൽമാൻ ഖാൻ എന്നിവരുമായി ബന്ധപ്പെട്ടവരിലേക്കുള്ള അന്വേഷണമാണ് കേരളത്തിലെത്തിയത്. കസ്റ്റഡിയിലുള്ള ജോൺസണ് പ്രതികളുമായുള്ള ബന്ധം NIA വെളിപ്പെടുത്തിയിട്ടില്ല. ഒളിവിൽ പോയ പ്രതികൾ കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ രഹസ്യമായി തങ്ങിയതിൻ്റെ തെളിവുകൾ NIAക്ക് ലഭിച്ചിരുന്നു. കർണാടക, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ്, ഗുജറാത്ത്, ബംഗാൾ എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം NIA തെരച്ചിൽ നടത്തി തെളിവ് ശേഖരിച്ചിരുന്നു. ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടതിന് 5 പേരെ 2023 ജൂലൈ 19 അറസ്റ്റ് ചെയ്തത്. ജൂലൈ 19 അറസ്റ്റ് ചെയ്തതോടെയാണ് ഗൂഢാലോചന പുറത്തുവന്നത്. ഇവരിൽ നിന്ന് ഗ്രനേഡുകളും തോക്കുകളും വെടിയുണ്ടകളും വാക്കി ടോക്കികളും പിടിച്ചെടുത്തിരുന്നു. ജയിലിൽ കഴിയുന്നതിനിടെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് നയിച്ചത് തടിയൻ്റെ നസീറാണെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു. നസീറിനെ കൂടാതെ സയ്യിദ് സുഹൈൽ ഖാൻ, മുഹമ്മദ് ഉമർ, ഷാഹിദ് തബ്രേസ്, സയ്യിദ് മുദാഷിർ പാഷ, മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. 2023 ഒക്ടോബറിലാണ് കേസ് NIA ഏറ്റെടുത്തത്. അമിതാവ് ഘോഷിന് 1.35 കോടി രൂപയുടെ ഇറാസ്മസ് പ്രൈസ് എന്നൊരു സാഹിത്യവാർത്ത മലയാള മനോരമയിലുണ്ട്. ആംസ്റ്റർഡാമിൽ നിന്നാണ് വാർത്ത. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാവ് ഘോഷിന് ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസ് നെതർലൻഡ് രാജാവ് രക്ഷാധികാരിയായുള്ള ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്നതാണ്. 15,000 യൂറോ, ഏകദേശം 1.35 കോടി രൂപയുടെ ഈ പുരസ്കാരം കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധിയെപ്പറ്റി രചനകളിലൂടെ നൽകിയ സംഭാവനകളാണ് അമിതാവ് ഘോഷിന് പുരസ്കാരം നേടിക്കൊടുത്തത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് അനിശ്ചിതമായ ഭാവിയുടെ പ്രതിസന്ധികൾക്ക് അദ്ദേഹം ഉത്തരം തേടുന്നതായി പുരസ്കാര സമിതി ചൂണ്ടിക്കാട്ടി. 1956 കൊൽക്കത്തയിൽ ജനിച്ച അമിതാവ് ഘോഷ് ഓക്സ്ഫോർഡിൽ സാമൂഹ്യ നരവംശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സാഹിത്യലോകത്തേക്ക് തിരിഞ്ഞത്. ദ ഗ്ലാസ് പാലസ്, ദി സീ ഓഫ് പോപ്പീസ്, റിവർ ഓഫ് സ്മോക്ക്, ദ ഷാഡോ ലൈൻസ്, ദ ഹങ് ട്രീ ഡൈഡ്, ഫ്ലഡ് ഓഫ് ദി ഫയർ, ദി കൽക്കട്ട ക്രോമസോം എന്നിവയ്ക്ക് പുറമെ ഒട്ടേറെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. 2018 ജ്ഞാനപീഠം പുരസ്കാരം തേടിയെത്തി. മാനവികതയിലോ കലയിലോ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകി വരുന്നതാണ് ഡച്ച് നവോത്ഥാന മാനവികതവാദിയായ ഡെസിഡീറിയസ് ഇറാസ്മസിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം. അതിനിടെ വീട്ടുതടങ്കലിൽ കഴിഞ്ഞതിനല്ല, ഒരു മനുഷ്യനെ വീട്ടുതടങ്കലിൽ വെച്ച് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടുതടങ്കലിൽ തന്നെ വെച്ച് നിരീക്ഷിക്കുന്നതിന് NIA പണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും മാതൃഭൂമിയിലുണ്ട്. വീട്ടുതടങ്കൽ ചെലവായി 1 കോടി വേണമെന്ന് NIA പിടിച്ചുപറിയെന്ന് നവ്ലാഖ സുപ്രീംകോടതി. ന്യൂഡൽഹി:
വീട്ടുതടവിൽ നിരീക്ഷിച്ചതിന്റെ ചെലവായി 1 കോടി രൂപ ആവശ്യപ്പെട്ട NIA നടപടിക്കെതിരെ രൂക്ഷ വിമർശനമായി ഭീമ കൊറേഗാവ് കേസിലെ പ്രതി ഗൗതം നൗലാഖ സുപ്രീം കോടതിയിൽ. NIAയുടേത് പിടിച്ചുപറിയാണെന്ന് നൗലാഖ ആരോപിച്ചു. 2018 മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവിൽ നടന്ന ജാതി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് നൗലാഖയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 2022 നവംബർ മുതൽ നൗലാഖ വീട്ടുതടങ്കലിലാണ്. ഇതുവരെ ജയിലിലായിരുന്ന നൗലാഖയെ വീട്ടുതടങ്കലിൽ നിരീക്ഷിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് NIA എതിർത്ത് വരികയാണ്. നൗലാഖ കഴിയുന്ന വീട്ടിൽ മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്താൻ 1 കോടി രൂപ നൽകേണ്ടി വരുമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയെ അറിയിച്ചു. എന്നാൽ ഇത്രയും വലിയ തുക ആവശ്യപ്പെടുന്നതിന് നൗലാഖയുടെ അഭിഭാഷക നിത്യ രാമകൃഷ്ണൻ എതിർത്തു. പറഞ്ഞല്ലോ ഇന്നത്തെ വനിതാ ദിനത്തിൻ്റെ പ്രത്യേകത, പത്രങ്ങൾ ആ ദിനം ആഘോഷിച്ചതും. എന്നാൽ 1-ാം പേജിൽ തന്നെ വനിതാ ദിനത്തിൽ ഒരു പ്രണയച്ചതിയുടെ കഥ എന്ന തലക്കെട്ടിലൊരു വാർത്ത മംഗളം നൽകിയിട്ടുണ്ട്. വിവാഹം ചെയ്ത ശേഷം പെൺകുട്ടിയെ മയക്കുമരുന്നിനടിമയാക്കി എന്നതാണ് ആ വാർത്ത. തിരുവനന്തപുരത്തു നിന്നാണ്. പ്രണയച്ചതിയിൽ കുടുക്കി വിവാഹം ചെയ്ത പെൺകുട്ടിയെ മയക്കുമരുന്നിന് അടിമയാക്കി പീഡനവും ഉപദ്രവിച്ച് രസിക്കലും. തിരുവനന്തപുരത്തെ ഭരണപക്ഷത്തെ പ്രമുഖയുടെ മകനാണ് കേസിലെ പ്രതി. 2025 മാർച്ചിലായിരുന്നു വർക്കല ഐരൂരിലുള്ള പ്രതി തിരുവനന്തപുരം നേമം സ്വദേശിനിയെ കോളേജിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി വിവാഹം ചെയ്തത്. ജോലിയൊന്നും ചെയ്യാതെ കറങ്ങി നടന്നിരുന്ന മകളുടെ ഭർത്താവ് മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അറിയുന്നത് കഴിഞ്ഞ മാസം മാത്രമാണ്. അതുവരെ കൊടിയ പീഡനമെന്നും വീട്ടുകാരെ അറിയിക്കാതെ സഹിക്കുകയായിരുന്നു പെൺകുട്ടി. ഭർത്താവിൻ്റെ ബലപ്രയോഗത്തിൽ തുടങ്ങിയ മയക്കുമരുന്ന് ഉപയോഗം കാരണം യുവതി അതിനും അടിമയായി. മൊഴിയെടുക്കാനെത്തിയ പോലീസിനോടും ആ കുട്ടി ചോദിച്ചത് ലഹരിയായിരുന്നു. പോലീസുകാരെപ്പോലും ഞെട്ടിച്ച അതിക്രൂര പീഡനക്കേസാണ് വനിതാ ദിനത്തിൽ ചുരുളഴിയുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പീഡനമോ ലഹരി ഉപയോഗമോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു വിവാഹശേഷം യുവതി കഴിഞ്ഞിരുന്നത്. എന്നും ബോധമില്ലാതെ വീട്ടിൽ വരുമായിരുന്ന പ്രതി വെള്ള നിറത്തിലുള്ള വസ്തു വെള്ളത്തിൽ കലക്കി കുത്തിവെക്കാറുണ്ടായിരുന്നു. ബലപ്രയോഗത്തിനിടയത് ഭാര്യയ്ക്കും നൽകി. ക്രമേണ യുവതിയും മയക്കുമരുന്നിനടിമയായി. യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണവും പ്രതി സ്വന്തമാക്കി. അതിനുശേഷം വീട്ടിൽ നിന്ന് സ്ത്രീധനം കൂടുതൽ കൊണ്ടുവരാനുള്ള സമ്മർദ്ദമായി. മർദ്ദനവും പട്ടിണിക്കിടലും തുടങ്ങി. മുറിയിൽ പൂട്ടിയിട്ടും പീഡിപ്പിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവതിയുടെ തോളിൽ മദ്യക്കുപ്പി പൊട്ടിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നീട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൊല്ലാനും ശ്രമിച്ചു. അപ്പോഴാണ് നിവൃത്തികേട് മൂലം സ്വന്തം അച്ഛനെയും അമ്മയെയും എല്ലാം യുവതി അറിയിച്ചത്. അതോടെ അച്ഛനും അമ്മയും എത്തി മകളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയിരൂർ പോലീസിൽ പരാതി നൽകിയ ശേഷം ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയും നൽകിയായിരുന്നു മടക്കം. ഫെബ്രുവരി 24-നിട്ട FIR-ൽ IPC പ്രകാരമുള്ള 294B, 506, 323, 324, 498A എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പ്രതിയെ അയിരൂർ പോലീസിന് ഇതുവരെ പിടികൂടാനായിട്ടില്ല. സ്വന്തം വീട്ടിലെത്തിയപ്പോഴാണ് മകൾ മയക്കുമരുന്നിനടിമയാണെന്ന അച്ഛനും അമ്മയും അറിയുന്നത്. മുത്തശ്ശിക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്നത് കണ്ട് യുവതി ബഹളമുണ്ടാക്കി. മയക്കുമരുന്ന് വേണമെന്ന് പറഞ്ഞ് അലറി വിളിച്ചു. പിന്നീട് അഡിക്ഷൻ സെന്ററിലേക്കും മാറ്റി ആണ് കഥ. വിദേശ വാർത്തകളിൽ നിക്കി ഹേലി പ്രചരണം അവസാനിപ്പിച്ചു എന്ന് ദീപിക. എതിരില്ലാതെ ട്രംപ്. ന്യൂയോർക്ക്. ഇന്ത്യൻ വംശജയും മുൻ സൗത്ത് കരോലൈന ഗവർണറുമായ നിക്കി ഹേലി US തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിൽ നിന്ന് പിന്മാറി. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചു. അതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് രംഗത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഏക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. സൂപ്പർ ചൊവ്വ പ്രൈമറികളിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെയാണ് നിക്കി ഹേലി മത്സരരംഗത്ത് നിന്ന് പിന്മാറിയത്. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രൈമറിയിൽ 15 സംസ്ഥാനങ്ങളിൽ 14-ലും ട്രംപ് ജയിച്ചു. പാർട്ടിയിലും പുറത്തും തന്നെ പിന്തുണയ്ക്കാത്തവരുടെ വോട്ട് നേടേണ്ടത് ട്രംപിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിക്കി ഹേലി പറഞ്ഞു. നിക്കി ഹേലിയുടെ പിന്മാറ്റത്തോടെ ഒരിക്കൽ കൂടി ട്രംപ് ബൈഡൻ പോരിന് കളമൊരുങ്ങുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിനോട് മത്സരിക്കാനുണ്ടായിരുന്നവരെല്ലാം നേരത്തെ തന്നെ പിൻവാങ്ങിയിരുന്നു. നിക്കി ഹേലി അവസാനം വരെ വീറോടെ പോരാടി. കെയ്റോ ചർച്ച ആദ്യഘട്ടം അവസാനിച്ചു. സമാധാന നീക്കം തുടരും. റമദാന് മുമ്പ് വെടിനിർത്തൽ ഉണ്ടാവില്ല എന്ന് സുപ്രഭാതം. കെയ്റോ. ഗസയിൽ 5 മാസത്തിലധികമായി തുടരുന്ന സംഘർഷങ്ങൾക്ക് റമദാന് മുമ്പ് താൽക്കാലിക വിരാമമിടാൻ ലക്ഷ്യമിട്ട് ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ച് നടന്നുവന്നിരുന്ന വെടിനിർത്തൽ ചർച്ചയുടെ ആദ്യഘട്ടം ഇന്നലെ അവസാനിച്ചു. തങ്ങളുടെ പ്രതിനിധി സംഘം ഈജിപ്ത് വിട്ടതായും മധ്യസ്ഥരുടെ സമാധാന നീക്കം ഇസ്രായേൽ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണെന്നും ഹമാസ് പറഞ്ഞു. 40 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനാണ് കെയ്റോ ചർച്ച ഊന്നിയിരുന്നത്. പ്രതിനിധി സംഘം കെയ്റോയിൽ നിന്ന് തിരിച്ചതായും ചർച്ചകൾ ഉരുത്തിരിഞ്ഞ സാഹചര്യങ്ങൾ സംഘടനാ നേതൃത്വവുമായി അവർ ചർച്ച ചെയ്യുമെന്നും മേഖലയിലെ സുസ്ഥിതിക്ക് ശ്രമങ്ങൾ തുടരുമെന്നും ഹമാസ് അറിയിച്ചു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിൽ
കെയ്റോ കേന്ദ്രീകരിച്ച് 4 ദിവസങ്ങളിലായി നടന്നിരുന്ന ചർച്ചാ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാൻ ഇസ്രായേൽ ശ്രമിച്ചതായി ഹമാസ് മുതിർന്ന നേതാവ് സാമി അബു സുഹ്രി ആരോപിച്ചു. വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കെയ്റോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാനും അവർ കൂട്ടാക്കിയിരുന്നില്ല. വെടിനിർത്തൽ കാലയളവിൽ ഇസ്രായേൽ ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ചർച്ച ലക്ഷ്യമിട്ടിരുന്നു. അതേസമയം ഗസയിൽ ഇപ്പോഴും ജീവനോട് അവശേഷിക്കുന്ന ബന്ദികളുടെ പേരുവിവരങ്ങൾ കൈമാറാത്തതുകൊണ്ടാണ് ഇസ്രായേൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് വിവരം. ബന്ദികൾ ഗസയിൽ പലയിടങ്ങളിലായതിനാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാതെ ഈ ആവശ്യം നിറവേറ്റുക അസാധ്യമാണെന്ന് ഹമാസ് ഇസ്രായേലിനെ നേരത്തെ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ചർച്ച അടുത്ത ആഴ്ചയും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. സമാധാന നീക്കത്തിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഹമാസ് കൂട്ടിച്ചേർത്തു. ബന്ദികളുടെ കൈമാറ്റത്തിന് മുന്നേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നാണ് അവർ ശഠിക്കുന്നത്. ഗസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ പിന്മാറ്റവും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ തെക്കൻ ഇസ്രായേലിലെ റഫേൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അന്താരാഷ്ട്ര പ്രതിഷേധങ്ങളെ വകവെക്കുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിനെ തിരഞ്ഞ് ഗസയിൽ എവിടെയും പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കഴിഞ്ഞ് പത്രങ്ങളിലെ വാർത്തകൾ കഴിഞ്ഞ് എഡിറ്റ് പേജുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ എഡിറ്റ് പേജിൽ ഇന്ന് കാണുന്ന അസാധാരണമല്ല എഡിറ്റ് പേജിൽ ഇന്ന് കാണുന്ന ലേഖനങ്ങളിൽ പ്രധാനമായ ഒന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. കേരള കൗമുദിയുടെ എഡിറ്റ് പേജിലാണത്. അരിതസാധാരണം ഈ വ്യക്തിപ്രഭാവം എന്നാണ്. അസാധാരണക്കാരായ രണ്ടാളുകളാണ്. എഴുതിയയാളും പുകഴ്ത്തലിന് പാത്രമായ ആളും അസാധാരണക്കാരാണ്. എങ്കിലും അനിതസാധാരണമാണ് ഈ വ്യക്തിപ്രഭാവമെന്ന് എ ജയശങ്കർ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭരണസാന്നിധ്യത്തിൽ SNDP യോഗവും SN ട്രസ്റ്റും വലിയ ഭൗതിക പുരോഗതി നേടിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 1996-97 വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോൾ SN ട്രസ്റ്റിൻ്റെ ബഡ്ജറ്റ് 11 കോടി രൂപ മാത്രമായിരുന്നു. 2023-24 അത് 148 കോടിയിലധികമാണ്. SNDP യോഗത്തിൻ്റെ ബഡ്ജറ്റ് 4 കോടിയിൽ നിന്ന് 115 കോടിയായി എന്ന് ഒരാശ്ചര്യചിഹ്നത്തോടെയുള്ള പാരഗ്രാഫിലാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ തുടങ്ങുന്നത്. അതിനുശേഷമുള്ള 2-3 കോളങ്ങൾ SNDP യോഗത്തിൻ്റെ പ്രഗത്ഭരായ പഴയ നേതാക്കളെ ആദ്യഘട്ടത്തിൽ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും പോലുള്ള മഹാമനീഷികൾ നേതൃത്വം നൽകി എന്ന് തുടങ്ങി. ഡോക്ടർ പൽപ്പുവിനെയും കുമാരനാശാനെയും, അത് കഴിഞ്ഞ് ആർ ശങ്കറിനെയും അതുപോലെയുള്ള നേതാക്കളെ, അത് കഴിഞ്ഞ് പ്രൊഫസർ എൻ ശ്രീനിവാസനും പ്രൊഫസർ PS വേലായുധനും വരെയുള്ള നേതാക്കളെയെല്ലാം താരതമ്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പുകഴ്ത്തലിലേക്ക് തിരിയുന്നത്. എത്ര എതിർപ്പ് വന്നാലും വെള്ളാപ്പള്ളി നടേശൻ്റെ ബലം കൂടുകയല്ലാതെ കുറയുകയില്ല. ബാലിക്ക് കിട്ടിയതുപോലെ ഒരു വരം വെള്ളാപ്പള്ളി നടേശനും കിട്ടിയിട്ടുണ്ട്. എതിർക്കുന്നവരുടെ ശക്തി കൂടി അദ്ദേഹത്തിന് കിട്ടും. അവിടെയുമുണ്ടൊരു ആശ്ചര്യചിഹ്നം. ഒരു കാരണവുമില്ലാതെ ഉണ്ടായ എതിർപ്പുകളിലും അപവാദ പ്രചരണങ്ങളിലും മനം മടുത്ത് യോഗനേതൃം ഒഴിഞ്ഞ ശേഷം കുമാരനാശാൻ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കാവ്യം തന്നെ രചിച്ചു. എതിരാളികളുടെ ദുഷ്പ്രചരണത്തിൻ്റെയും വിധ്വംസക ശക്തികളുടെയും ശക്തി നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു മഹാകാവ്യം തന്നെ എഴുതേണ്ടതാണ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ കേരള സമൂഹത്തിൽ പൊതുവേ ഉണ്ടായ അഭിവൃദ്ധിയിൽ കൂടുതലായി പ്രകടമായ ഒരു പുരോഗതി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭരണസാന്നിധ്യത്തിൽ ഈഴവ സമുദായത്തിനുണ്ടായി. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ കേരള സമൂഹത്തിൽ പൊതുവെ ഉണ്ടായ അഭിവൃദ്ധിയിൽ കൂടുതലായി പ്രകടമായ പുരോഗതി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭരണസാന്നിധ്യത്തിൽ ഈഴവ സമുദായത്തിനുണ്ടായി. അദ്ദേഹം ശക്തനായൊരു നേതാവായതുകൊണ്ട് മാത്രമല്ല ഈ നേട്ടം കൈവരിക്കാനായത്, നേതൃത്വത്തിൻ്റെ സ്ഥിരത കൈവരിക്കുന്നതിൻ്റെ ഗുണം കൂടിയാണത്. ഇതിനു പുറമെ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രത്യേക സവിശേഷതകളും കാണാം. എന്തു സംഭവിച്ചാലും പുല്ലാണെന്ന ചിന്താഗതിയാണ് ഒന്ന്. തിരിച്ചടികളിൽ തളരാതെ മുന്നോട്ടു പോകുന്ന പ്രകൃതമാണ് മറ്റൊന്ന്. സമത്വ മുന്നേറ്റ യാത്രയ്ക്കിടയിൽ ആലുവയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ സത്യമില്ലേ എന്നാലോചിക്കുന്നതിന് പകരം ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ചേർന്ന് വർഗീയത ആരോപിച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, ജയിലിലടക്കാൻ നോക്കി. വെള്ളാപ്പള്ളി നടേശനെ താഴ്ത്തിക്കെട്ടാൻ സമുദായത്തിനകത്തും പുറത്തുമുള്ളവർ ക്യൂ നിൽക്കുകയാണ്. ഇത് അദ്ദേഹത്തിനുള്ള അംഗീകാരമായി കാണണം. കാര്യമായി എന്തെങ്കിലും ചെയ്തതിന് തെളിവാണ് അത്. ഒന്നും ചെയ്യാത്തവർക്ക് ഒരു ശത്രുതയും നേരിടേണ്ടി വരില്ലല്ലോ. അങ്ങനെ അഡ്വക്കേറ്റ് എ ജയശങ്കർ വെള്ളാപ്പള്ളി പുകഴ്ത്തൽ തുടരുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിക്കുന്നു. നാളെ കേൾക്കാം. നന്ദി, നമസ്കാരം.